ഒന്നുമില്ല, നെറ്റിയിലൊരു ചെറിയ മുഴ. ആ ഈ ചൂടുകുരു പോലത്തെ കുരുന്ന്. ആ അത് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ വെച്ചാൽ അത് എടുത്തു കളയാണ് നല്ലതെന്ന് പറഞ്ഞു. ഓപ്പറേറ്റ് ചെയ്യാൻ അങ്ങനെ വലിയൊരു ഓപ്പറേഷൻ ഒന്നും ഇല്ലാന്ന്, അത് പതുക്കെ അങ്ങ് എടുത്തു കളയും, അത്രേ ഉള്ളൂ. ആ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പേടി. ആ വന്നു, വ്യാരി വന്നു. ഒരു കാര്യമില്ലായിരുന്നു. ആ ചെക്കൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് വരണ്ടാന്ന്, അതിന് മാത്രമൊന്നും ഇല്ലാന്ന്. ആ എന്താ സാധനം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയത്, ഞാൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. ചൂടുവെള്ളത്തിന് അവിടെ കിടന്ന് തിക്കാണ് കിട്ടിയ. ചിന്നമ്മു ഹലോ. ഞാനെത്തി, മിനിയാന്നെത്തി. ഇല്ല, പോണാരും തീരുമാനിച്ചില്ല. ഇപ്പൊ ഈ അമ്മനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നോക്കിയിട്ട് പോവാന്ന് കരുതി. ശരി വിളിക്കാം കേട്ടോ, വിളിക്കാം. എന്താ സുമേഷ് ചേട്ടാ? അമ്മയൊന്ന് ഇരുന്നോളി. ഇത് കുറച്ച് ഓറഞ്ചും ആപ്പിളൊക്കെ ഉണ്ട്. എന്തിനാ അത്? അമ്മക്ക് തിന്നാൻ. ഇനി എത്ര കാലം തിന്നൂന്ന് ആർക്കറിയാം. ഇതത് തന്നെയാണ് കേട്ടാ. ഞങ്ങളുടെ അമ്മയല്ലേ, അത് തന്നെയാണ്. അമ്മ തന്നെയാണ്. ഇതുപോലെ ഒരെണ്ണമാണ് എനിക്ക് വന്നത്. എവിടെ? ഇവിടെ കവിളില. എന്നിട്ട് അത് ആശുപത്രിയെ കൊണ്ട് കാണിച്ചപ്പോ ഉണ്ടല്ല, അവിടുത്തെ ഒരു നേഴ്സ്, വെള്ളം ഉടുപ്പിട്ടൊരു നേഴ്സ്, അവളൊരു കമ്പി എടുത്തിട്ട് എന്റെ ഇവിടെ അങ്ങോട്ട് കുത്തിക്കിട്ടിട്ട് അങ്ങോട്ട് തിരിച്ച് കണ്ണ് തള്ളിപ്പോയിട്ടാ, കണ്ണ് തള്ളിപ്പോയി. എന്നിട്ട് മാറിയില്ല. മാറി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടല്ല, അതിനേക്കാളും വലിയൊരു മോഴ. അതെവിടെ? അവിടെ തന്നെ കല്ലുപോലെ ഇരിക്കണം കേട്ടോ, കല്ലുപോലെ. അതെ സുമേഷ് ചേട്ടാ, ഡോക്ടർ ഇപ്പൊ വരും. അപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല അവിടെ. എന്നൊരു കാര്യം, നിങ്ങൾ പോയി പുറത്ത് നിൽക്കും, ഞാൻ അമ്മയ്ക്കായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. നമ്മൾ വയസ്സായ ആൾക്കാരല്ലേ. ഒരു കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വന്നേ. മറ്റൊന്നും കൊടുത്തോട്ടെ. അത് ഞാൻ കൊടുത്തോളാം. അതെ, ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. എണീക്ക്. ഓട്ടേട്ടാ, നമുക്ക് കാണുമ്പോ കാണാട്ടോ. വരും. എങ്ങനെ ഓർക്കുമ്പോ സഹിക്കാട്ടാ, പിന്നെ സഹിക്കൂടാ. മോനെ ഓറഞ്ചും ആപ്പിളും മറക്കരുത്. ഇല്ല, കൊടുക്കാം. ഇവിടുത്തെ സിസ്റ്ററും കമ്പിയിട്ട് കുത്തുവോ? പിന്നെ കമ്പിയിട്ട് പഴിപ്പിച്ചെന്തിനാ കുത്തണ കൗളിലിട്ട്? വെറുതെ അതും ഇതുമൊക്കെ പറയണത്. അങ്ങനെ പറയരുത്. നമ്മളെ ഇല്ലല്ലോ, എനിക്കങ്ങനെ പറയേണ്ട കാര്യമില്ല. എത്ര കളി പറഞ്ഞിട്ടു വെറുതെ പറയല്ല. അല്ലല്ല കുട്ടീനെ കുട്ടീണ്ടല്ലോ. പിന്നെന്താ, നല്ല കാര്യമായി. അല്ല, ഞാൻ പറഞ്ഞു നല്ല ഒന്നാന്തര എന്നാണതേ. എത്ര കളി പാല് യാതൊരു സംശയം വേണ്ട കാര്യത്തിന് ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞിട്ടോ, ഇപ്പൊ നിങ്ങൾ കുറച്ച് 2 മാസങ്ങൾ അതെ ഒരു മിനിറ്റ് കേട്ടോ. ചേട്ടാ, ഇത് ഹോസ്പിറ്റലല്ലേ? അതെ, ഞാൻ ഒരാളെ കാണുന്നതാണ്. കുറച്ചുകൂടി ശബ്ദം കുറച്ചൊന്ന് സംസാരിക്കാവോ? ചേട്ടാ, അവിടെ എഴുതി വെച്ചേക്കണ കണ്ടായിരുന്നു. എന്തത്? പോണ്ട. ചേട്ടാ, അവിടെ സൈലൻസ് പ്ലീസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിശബ്ദത പാലിക്കുകയാണ്. ആയിക്കോട്ടെ, അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് രോഗികളിവിടെ കിടക്കുന്ന സ്ഥലമല്ലേ, നമ്മള് ഒരുപാട് ന്യൂട്ടൺ. എന്താ ജോലി? ഡോക്ടറാണ്. എല്ലിന്റെ. അത് ശരി. ഞാൻ സംസാരിക്കില്ല, ഞാൻ മെല്ലനെ സംസാരിക്കുന്നത്. ശരി. ചന്ദ്രനാ, അതെ, ഞാൻ എല്ലിന്റെ ഡോക്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ കുട്ടീനെയും പശുവിനും കൂടി ഒരുമിച്ച് എടുക്കാച്ചാലേ 38 രൂപയ്ക്ക് പരിപാടിയാണ്. ദേവരിനടുത്തത് ആരാണ്? ആ ശീതളൻ. എൻ്റെ അമ്മേ,
അല്ലല്ല അത് കാശുണ്ണ പറഞ്ഞതേ കാശുണ്ണ പറഞ്ഞത് അത് കാശുട്ടേ രാജേട്ടന്റെ കാശുട്ടല്ലേ അവനവിടുത്തെ കണ്ടില്ല. ഇല്ല 35,000 ഉറുപ്പ്യ കുറഞ്ഞൊരു കല്ലില്ല കേട്ടോ അതെ ഞാൻ വിളിക്കാം എന്താ പണ്ടായി എന്താ എന്ത് ആശുപത്രിക്കൊക്കെ ഒരു ചെറിയൊരു മുഴ ഉണ്ടായി അമ്മ കണ്ടോ മുമ്പല്ലേ അല്ല മുമ്പ് അത്ര ഉണ്ടായില്ല അത് വല്ലാണ്ടോ അതിപ്പോ ഇങ്ങനെ കുറേശ്ശെ വലുതാ എന്നാ പ്രശ്നം തന്നെയാ ഇല്ല കുഴപ്പമൊന്നുമില്ല. അത് പതുക്കെ കീറി കളഞ്ഞിട്ട് അത് ഒഴിവാക്കാന്ന് പറഞ്ഞു. ശരി ഇതിപ്പോ എന്തിനു ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആര് പറഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇവിടെയാണ് കാണിക്കണതേ നേരത്തെ. ഇവിടെ കാണിക്കലേ മനുഷ്യന്മാര് കൊണ്ടുപോകും ഒരാണിങ്ങോട്ട് കൊണ്ടില്ല എല്ലാവർക്കും അറിയണല്ലേ എന്താ കത്തി ഒരു മനുഷ്യനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആകെ അങ്ങോട്ട് കൊല്ലും കുടുംബം നശിപ്പിച്ചിട്ടാ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ അതാണ് സ്ഥലേ അങ്ങനെയൊന്നുമില്ല അത്ര വലിയ വിഷയമൊന്നുമില്ല മറ്റേ രാഘവൻ ഡോക്ടറെ നോക്കണേ ആര് രാഘവൻ അസലായി രാഘവനോട്ടെ ആ നീലിയുടെ കഥ അറിയില്ലേ ആ ചെവിയുടെ പുറകിൽ ഇതാ ചെറിയൊരു മുഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കീറിയതാ അപ്പൊ നീലി ഇതപ്പൊ എങ്ങനെയായിരുന്നു എന്താ അവസ്ഥ ഇപ്പൊ നീലിയുടെ അതിനെ കൊണ്ടുവരുന്നില്ല അത് ആയിപ്പോ അവരുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞു ഈ രാഘവൻ ഡോക്ടർ നോക്കിയതാ അതിപ്പോ എന്തെങ്കിലാവട്ടെ എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇല്ല 2 ദിവസമായുള്ളൂ അതെ ഞാൻ ആ പശുക്കുട്ടിനെ വേണമെന്ന് പറയില്ലേ നിങ്ങള് അതിന് കൊണ്ട് വന്നതാ അപ്പഴാ പറഞ്ഞ ആശുപത്രിയിലാന്ന് അപ്പൊ നന്നായിട്ടുണ്ട് ഇപ്പൊ എന്തിനാവട്ടെ ഇവിടെ ചെക്കിങ്ങിനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ ഈ ചെക്കപ്പ് ഇത് ചെയ്യില്ലേ മെഷീനറീസ് ഒക്കെ ആ മിഷണറീസ് ഒക്കെ ഉണ്ട് ഒക്കെ ചൈനയിലത്തെ അത്രേ ഒക്കെ ചൈനയിലത്തെ സാധനങ്ങളാ പറഞ്ഞ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ പലപ്പോഴും പല ഇതാത്രേ അതിൽ കാണിക്കുക പല കണക്കാ കാണിക്കാന്നാ പറയുന്നത് അപ്പൊ പിന്നെ അവർക്ക് ഇപ്പൊ കാശ് കിട്ടിയാൽ മതി ആശുപത്രിക്കാരല്ലേ അപ്പൊ അവരെ കാശ് കിട്ടിയാ ഞാൻ ഡോക്ടറെ പോരാന്ന് പറഞ്ഞേ ഇപ്പൊ ഡോക്ടർ വരും അപ്പൊ ഒന്ന് നിങ്ങൾ പുറത്തുനിന്ന് സംസാരിക്കും. അതേപോലെ വേറൊരു കാര്യം നന്നായി നമ്മുടെ കൗസല്യേച്ചില്ലേ കൗസല്യേച്ചറെ മൂത്തമാൻ ആ ചെക്കനെ വയറുവേനെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നല്ലോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ട് ചെക്കനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ വയറുവേന തുടങ്ങി വയറുവേന എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത വയറുവേദന അങ്ങനെ ഈ എന്ത് ചെയ്തു ചക്കനെ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയി അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും അവർ ഓപ്പറേഷൻ ചെയ്ത് എന്താ അത്ര പോകുന്നൊരു സൂചിയാ വയറിൻ്റെ ഉള്ളിൽ അത് ഇവിടുന്ന് പാക്ക് ചെയ്ത് ഇവിടെ വെക്കാൻ സ്ഥലമില്ലാണ്ട് അവന്റെ വയറ്റിലത്ര വെച്ചത് അങ്ങനെ പല ജാതി ഇപ്പൊ ഇവിടെ ഈ ആശുപത്രിയിലെ കാര്യം ഇതിപ്പോ എന്നാ ഓപ്പറേഷൻ പറഞ്ഞേക്കണേ നാളെ അപ്പൊ ഇനിയിപ്പോ മാറാൻ വഴിയില്ല നാളേക്കാ അതെ എന്ത് ചതിയാ ചതിച്ച് എന്തിനാവട്ടെ എത്ര ഇപ്പൊ ഇതിന്റെ കണക്കൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് അതിപ്പോ 25 ഉറുപ്പ്യാണ് പറഞ്ഞു എത്ര 25,000 വെറും 25,000 നല്ല കാര്യമുണ്ട് വേറെ 25,000 ഇവിടെ ചെക്കപ്പിനാവില്ലേ 25,000 ഉറുപ്പ്യ നല്ല കാര്യമുണ്ട് 2.5 ലക്ഷം ഉറുപ്പ്യ ഇല്ലാണ്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതാണ് സ്ഥലം അതെ ഒന്നുകൂടെ വന്നേ എന്താ ഒരു കാര്യം പറയാനാണ് എന്തായിരുന്നു അല്ല ഒന്ന് പുറത്തോട്ട് വന്നു ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് അതെ അപ്പൊ അവ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇനിയിപ്പോ അങ്ങോട്ട് തിരിച്ചു പോണില്ല അത്രേ വേണ്ട നന്നായി നമ്മുടെ അടുത്ത് ആളുണ്ടാവട്ടെ എന്താ ഒരു ഫാം തുടങ്ങാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ച് പശുക്കൾ വേണം അപ്പൊ ആ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ പുറത്ത് പോയിട്ട് എന്താ നിനക്ക് ഇത്ര പകതിരില്ലടാ എന്താ നീ പറഞ്ഞ അമ്മ സുഖമില്ലാണ്ട് ആശുപത്രി എടുക്കുമ്പോ പശുവിന്റെ കാര്യം സംസാരിക്കാൻ നിൽക്കുക അല്ല അമ്മ നാളെ തന്നെ പോരുമല്ലോ അങ്ങനെ ഒരു പൈസക്ക് വേണ്ട ഇപ്പൊ ഡോക്ടർ വരുന്നുണ്ട് കണ്ട സ്ഥിതിക്ക് അതെ പേടിക്കാനൊന്നുമില്ല ഓപ്പറേഷൻ കഴിയും പിന്നെ എന്തിനും വരെ നമുക്ക് തിരുവനന്തപുരത്തേക്ക് നമുക്ക് അതെ പശുവിന്റെ കാര്യം നമ്മൾ ഇപ്പൊ സംസാരിക്കണ്ടല്ലേ അമ്മ സുഖമില്ലാണ്ട് ആശുപത്രി ഈ മരങ്ങോടനോടൊക്കെ അത് ആര് പറഞ്ഞാണ് അമ്മ ആർക്കെങ്കിലും ഫോൺ ചെയ്താ ആശുപത്രി കിടക്കുന്നു പറഞ്ഞിട്ട് ഒന്നുമില്ല നമുക്ക് വീട്ടിൽ പോവാം എന്തേ അപ്പൊ ഇതിനത് കളയണ്ടേ എടാ ഇനി ഇവിടെ എന്റെ തലയിൽ വല്ല സൂചിയും മറന്നു വെച്ചാലോ